ഇവിടെയാണ് അപ്പം ഇന്നലെ കടന്നത്. ഇതാ ടെൻ്റ് അടിച്ചത് ഇവിടെയാണ്. ഇതാ തൊട്ടപ്പുറത്ത് ബൈക്ക് ഉണ്ട്. ഇവിടെയാണ് ആ കട കേട്ടോ. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. നല്ല വലിയ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു ടൂറിസ്റ്റ് വൽക്കരണം നടന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നൊരു ഏരിയ ആണ്. കാരണം ഇത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ലീനസ്റ്റ് വില്ലേജ് എന്നുള്ള പേരിലാണല്ലോ ഇപ്പം നിലവിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരും. അതിനനുസരിച്ചുള്ള എല്ലാ സെറ്റപ്പുകളും ഇപ്പം നിലവിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജിലേക്ക് ഇത് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല കേട്ടോ. നോ എൻട്രി ഫോർ ടൂറിസ്റ്റ്. വാഹനങ്ങൾക്ക് പ്രവേശനമല്ല. വെൽക്കം ടു മൗലിനോങ് ഗോഡ്സ് ഓൺ ഗാർഡൻ, അതായത് ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മൊത്തത്തിൽ ഇവിടെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പൂന്തോട്ടങ്ങളൊക്കെ. ഞാനിപ്പോൾ ഉള്ളത് മേഘാലയയിലാണ്. മേഘാലയയിലെ മൗലിനോങ്ങിൽ. മൗലിനോങ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുണ്ടാവും, ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ക്ലീനസ്റ്റ് വില്ലേജാണ് ഇത്. ഈസ്റ്റ് കാസി ഹിൽ ജില്ലയിലാണ്. അപ്പോൾ 2003 ഡിസ്കവർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ട്രാവൽ മാഗസിനാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. 2005 ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്ലീനസ്റ്റ് വില്ലേജായിട്ടും ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ അപാരമാണ് കേട്ടോ. അതിൻ്റെ എല്ലാ കാഴ്ചകളും കാണാം. രാവിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഈ റോഡിൻ്റെ 2 വശങ്ങളിലും നല്ല ചെടികളൊക്കെ വെച്ച് പൊടിപ്പിച്ച് ഒരു ബൗണ്ടറി രൂപത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കണ്ടില്ല ഒരു ഏറുമാടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആ ഏറുമാടത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അതിലെയാണ്. മിക്കവാറും ഇവിടെയൊക്കെ ഹോം സ്റ്റേകളായി മാറിയിട്ടുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതല്ലേ. പിന്നെ ഇവിടുത്തെ വൃത്തിക്കുള്ള ഒരു മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ കണ്ടില്ലേ ബാമ്പു കൊണ്ട് ഇങ്ങനത്തെ ഒരു കൊട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വഴിയോരങ്ങളിലൊക്കെ ഒരുപാട് കാണാം. ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി മെയിനായിട്ട് ഈ വൃത്തിക്ക് വേണ്ടിയിട്ട് പിന്നെ ചെയ്തിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ബാമ്പു കൊണ്ടുള്ള ഈ കൊട്ട. അങ്ങനെ കൊട്ട വെച്ചിട്ട് ആളുകളോടൊക്കെ അതിലേക്ക് മാലിന്യമൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ പരമാവധി ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ മാലിന്യങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ പിന്നെ ഇത് വളമാക്കി മാറ്റുകയാണ്. അതുപോലെ പുകയില അതൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഇവിടെ. നിലവിൽ ഈ വില്ലേജിൽ 3 ചർച്ചുകളാണുള്ളത്. അതിലൊരു ചർച്ചാണിത്. ഇതുണ്ടാക്കിയിട്ടുള്ളത് 1902 ചർച്ച് ഓഫ് എപ്പിഫനി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ രീതിയിലാണ്. ഇതിൻ്റെയൊക്കെ ചുറ്റുവട്ടമൊക്കെ കണ്ട നല്ല വൃത്തിയും. ഒരു വില്ലേജ് ചർച്ചാന്ന് ഒരിക്കലും പറയില്ല. ചർച്ചിൻ്റെ മുന്നിലൊക്കെ നല്ല പൂന്തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ വന്നപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടായിരുന്നു. കളിയൊക്കെ കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്, ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഇവിടെ മൊത്തത്തിൽ മഴവെള്ള സംഭരണിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആളുകളെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു 800-900 ആളുകളുണ്ട്. 100-ൽ കൂടുതൽ വീടുകളും ഉണ്ട്. ഈ റോഡിൻ്റെ വക്കത്ത് കണ്ടില്ലേ വേസ്റ്റ് ഇടാനായിട്ടുള്ള ഈ കൊട്ട. ഇത് എല്ലാ സ്ഥലങ്ങളിലും കാണാം. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അപാരമാണ്. കണ്ടില്ലേ ഒരു വീട്ടിലൊരാൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റൊക്കെ നല്ല വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാം. എല്ലാവരും വീടൊക്കെ ചുറ്റുപാടൊക്കെ വൃത്തിയായിക്കൊണ്ടേയിരിക്കും. ഇതിലെങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. കാരണം ഇവിടുത്തെ വീടുകളായാലും ചുറ്റുപാട്ടങ്ങളായാലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഒരു മടുപ്പിക്കാത്തൊരവസ്ഥയാണ് എല്ലാ വീടുകളും പരിസരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ. കാരണം നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വീട്ടിലൊക്കെ. ഇതൊരു കടയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കൊരു നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് നല്ല വൃത്തിയും അതുപോലെ പരിസരമൊക്കെ എന്ത് അത്ര നല്ലതാവുമെന്ന് ആലോചിച്ച് നോക്കി. ഓരോ ചെറിയൊരു കുടിൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വെറുതെ വന്നിരിക്കാനൊക്കെ. ഓരോ വീടുകളൊക്കെ മുള കൊണ്ടൊക്കെ ഉണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയൊരു ഊടുവഴിയാണ്, പക്ഷെ അവിടെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇവിടുത്തെ കുട്ടികളാണ് കേട്ടോ. യുവർ നെയിം? ഹസനയ്യ. ഓ നൈസ് നെയിം. യുവർ നെയിം? മനു? വനബോക്കോർ. നൈസ്. ആൻഡ് യു ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇവൻ എന്തൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹലോ ഹലോ. നെയിം? അപ്പം ഭയങ്കര ക്രിക്കറ്റ് കളിയിലാണ്. അല്ല മറ്റേ പുറത്താണ് ചാടിയത്. ഓക്കെ 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 ഓക്കെ. ഇരിക്കാനൊക്കെ നല്ല ഒരു ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് സൈഡിലൊക്കെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ
ഇവിടെ ഓരോ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ബോക്സ്, വേസ്റ്റിൻ്റെ കൊട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വീടുകളെല്ലാതും ഹോം സ്റ്റേകളാട്ടോ. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് അവർക്ക് ഇവിടുത്തെ വീടുകളിലൊക്കെ താമസിക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു താമസ സ്ഥലം തന്നെയാണ് ഇതൊക്കെ. വേറെ ഒരു ചർച്ചും കൂടി കണ്ടുട്ടോ. ഇപ്പോൾ മൊത്തം 3 ചർച്ചാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ചർച്ചിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കാൻ സീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുങ്ങ് പൊളി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അടുത്ത ചർച്ചാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതും നൈസായിട്ടുള്ളൊരു ചർച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല തണലാട്ടോ. കാരണം മുകളിൽ മൊത്തത്തിൽ ഇങ്ങനെ കാട് മൂടി കിടക്കണ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇരിക്കാൻ നല്ല മുള കൊണ്ട് മരം കൊണ്ടൊക്കെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല തണലാണ്, നല്ല തണുപ്പുണ്ട് ഇവിടെ. കൊട്ട കണ്ടില്ലേ? വില്ലേജ് മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുത്തും കൊണ്ട് നടക്കുകയാണ് കേട്ടോ. പരമാവധി വില്ലേജ് എല്ലാവരെയും കാണിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നല്ല അടിപൊളി വീടാണ് കേട്ടോ. നല്ല വീടുകൾ, സാധാരണ വീടുകളും ഉണ്ട്, അതുപോലെ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളുണ്ട്. ഇതൊരു പിന്നെ ഹോട്ടൽ, ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നല്ല പൂന്തോട്ടങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫിയാണ് ഇവിടെയൊക്കെ. കണ്ടില്ലേ, മുള കൊണ്ട് ഓരോ ഹട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, മാരുതിയൊക്കെ ഇങ്ങനെ കയറ്റം വലിപ്പിച്ച് വരുന്നുണ്ടല്ലോ. അവിടെ ഒരു ഹമ്പുണ്ട്. ഇത് മേഘാലയയിലാന്നൊക്കെ ഒരിക്കലും പറയില്ല. കാരണം വേറൊരു ലുക്കാണ് ഇവിടെ മാത്രം അങ്ങനെ ഒരു പ്രത്യേക ലുക്കാണ് കാണാൻ. നിലവിലിപ്പോൾ ഇതൊരു ടൂറിസം വില്ലേജ് കൂടിയാണ്. അതോടുകൂടി ആളുകൾക്ക് വരുമാന മാർഗം കൂടിയായി. കാരണം റെസ്റ്റോറൻറ്റുകളിൽ നിന്നും അതുപോലെ ഹോം സ്റ്റേകളിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വരുമാനം കൂടി ആളുകൾക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ആളുകളും കൃഷിക്കാർ തന്നെയാണ് കേട്ടോ. ഇവിടെ വെറ്റില കൃഷി, അതുപോലെ പൈനാപ്പിൾ കൃഷി, അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട്. അവിടെ കഴുങ്ങ് തോട്ടാണ്. കഴുങ്ങൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ആളുകൾ പലരും ഈ കാട്ടിലൊക്കെ പോയിട്ട് ഇതുപോലത്തെ പുല്ലൊക്കെ എടുക്കും. പുല്ലെടുത്തുകൊണ്ട് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അത് ഉണക്കിയിട്ട് വിൽക്കും. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മുറ്റത്ത് കുറേ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പുൽച്ചൂലാണ് ഇതൊക്കെ. ഈ ഒരു അറ്റത്ത് വന്നപ്പോൾ ഇവിടെ അവസാനിച്ചു. കുറച്ച് കളിസ്ഥലങ്ങളാണ് ഉള്ളത്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോ കളിസ്ഥലം. അവിടെ ഒരു ബാർബർ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. ഓ, മുടിയൊക്കെ കിടിലനായിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഹലോ ബ്രോ, ഹലോ. ഇവിടുത്തെ കുട്ടികൾ പോലും ഏത് രീതിയിലാണ് ഈ മാലിന്യം കൈകാര്യം ചെയ്യണത് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ കണ്ടില്ലേ, ഇലയൊക്കെ ചാടിയിട്ട് ഇവര് ചാക്കിലാക്കിയിട്ട് അപ്പുറത്തിടുകയാണ്. അപ്പൊ കുട്ടികൾ, ചെറിയ തലമുറകൾ, പുതിയ തലമുറകൾക്ക് പോലും ഇങ്ങനത്തെ വൃത്തിന്റെ കാര്യത്തിൽ നല്ല ഒരു ഇത് കാണാം ഇവിടെ. ഹലോ, യു ആർ ഡൂയിങ് ഗുഡ് ജോബ്. നൈസ്. താഴത്തേക്കും കുറേ വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. എല്ലാ വഴികളും ഇതുപോലൊക്കെ തന്നെയാണ്. നല്ല കോൺക്രീറ്റ് ഇട്ടും അതുപോലെ ടാറ് ചെയ്തും നല്ല പുല്ലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് മാലിന്യങ്ങളൊന്നും കാണാനേ ഇല്ല കേട്ടോ. അത് കണ്ടെത്തുന്നവർക്ക് പിന്നെ സമ്മാനം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ആ സമ്മാനം കിട്ടൂല. കാരണം അത്രയ്ക്ക് ക്ലീനാണ് ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഒരു വൃത്തിന്റെ പേരിലാണ് ഒരു വില്ലേജ് അറിയപ്പെടുന്നത്. അതൊരു ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഇന്ത്യയിൽ വരികയാണെങ്കിലോ അല്ലെങ്കിൽ മേഘാലയയിൽ വരികയാണെങ്കിലോ ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ഭാഗങ്ങളിൽ ഇപ്പോൾ ഞാൻ കണ്ടുട്ടോ. ഡൽഹിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തു നിന്നും അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു വൃത്തിന്റെ പേരിൽ മാത്രമാണ് ഇങ്ങോട്ട് ആളുകൾ വരുന്നത്. ഈ ഖാസി കമ്മ്യൂണിറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കാണ് സ്വത്ത്. അതായത് സ്ത്രീകൾ അവരെ ചെറിയ പെൺമക്കൾക്കാണ് പിന്നെ സ്വത്ത് കൊടുക്കുക. അപ്പൊ ചേച്ചിയും കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ കൊട്ടയില് ഈ കരിഞ്ഞ ഇലകളൊക്കെ അവര് കൊട്ടയിലാക്കി കൊണ്ടുപോവുക കേട്ടോ.
ഹലോ. ഈ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മുകളിലൊക്കെ പെയിന്റിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു കുട്ടി ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഈ ഇലകളൊക്കെ എടുത്തിട്ട് ഇതാ ഈ ബക്കറ്റിൽ ഇടുകയാണ്. കണ്ടില്ലേ, ഈ കരിഞ്ഞ ഇലകളൊക്കെ എടുത്തുകൊണ്ട് ബക്കറ്റിൽ ഇടുകയാണ്. ഹലോ, ലുക്ക് മീ, ലുക്ക് മീ, ഹലോ, ലുക്ക് മീ, ഹിയർ ഹിയർ ഹിയർ. മുകളിൽ പണിക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ട്, അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കണം ഇവിടെ. ഒരുപാട് ഇല പെറുക്കിയിട്ടുണ്ട് കേട്ടോ അതില്. മൗലിനോം വില്ലേജിലെ കാഴ്ചകൾ എല്ലാവരും ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എത്ര നല്ലതാവും. കാരണം അവനവൻ്റെ വീടും പരിസരങ്ങളൊക്കെ അത്ര നല്ല ക്ലീൻ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ പകർത്തണം. ഇവിടെ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു കുളം ഉണ്ട് കേട്ടോ. ആ കുളത്തിൽ ഒരുപാട് മീനുകൾ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുക തോന്നുന്നു. ഒരുപാട് മീനുകളുണ്ട്. ഇതാ അതിൽ മൊത്തം മീനുകളാണ്. ഇത് ഇളകണ കണ്ടില്ലേ, ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. ഇവർക്കെന്താ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. പക്ഷെ ആളുകളൊന്നും കാണാനില്ല. വെള്ളം ഏകദേശം വറ്റി തുടങ്ങുന്നുണ്ട്. ഇഷ്ടം പോലെ മീനുകളവിടെ, ഒരുപാട് മീനുകളുണ്ട്. അവിടെ ഒരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൈസാണ് പാലം. ഈ ഏറുമാടത്തിന് 20 രൂപയാണ് കേട്ടോ ഇതിൽ കയറാൻ. ഈ വഴി കൂടെ ഇങ്ങനെ പോയിട്ട് ഏറ്റവും ടോപ്പിൽ അവിടെ വരെ പോവാം. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. ചുറ്റുഭാഗം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക. ഇവിടുത്തെ കച്ചവടത്തിൻ്റെ ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ് കേട്ടോ. ഒരുപാട് ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നല്ല തിരക്ക് കൂട്ടുണ്ട്. സുവനീറുകളുണ്ട്, അതുപോലെ ഈ ഷാളുകൾ, കാര്യങ്ങൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഒരുപാട് വാഹനങ്ങളും കാണാം. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളാണ് ഇവിടെ. അത് കാണുമ്പോൾ തന്നെ അറിയാലോ. ഈ വാഹനങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ് ഈ മൗലിനോങ്. ഇനി ഇവിടുത്തെ മെയിനായിട്ട് കാണാനുള്ളത് ഇവിടുത്തെ റൂട്ട് ബ്രിഡ്ജാണ്. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പുഴുങ്ങിയ മുട്ട, അതുപോലെ പല സംഭവങ്ങളും, മധുരക്കിഴങ്ങ്, അതൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പല പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറാണ്ട്. ഇവിടെ കുറച്ച് സ്റ്റിക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കൊന്നും വെക്കാൻ സാധ്യതകളില്ല. ഇതാണ് ഇവിടുത്തെ കടകൾ, കാര്യങ്ങളൊക്കെ. താഴെ കുറേ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് റിസ്ക് പിടിച്ച വഴികളാണ്. റോട്ടിലൊക്കെ വഴി കൂടെ ഒക്കെ കല്ലുകളാണ്. അപ്പോൾ ഇതൊക്കെ കയറിയിട്ട് വേണം പോവാനായിട്ട്. ഇതിൽ 2 വഴിയുണ്ട്. മുകളിലെ താഴെയിലേ ആവോ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് നല്ല തണുപ്പാട്ടോ. പൈനാപ്പിളാണ് ഇവിടുത്തെ മെയിൻ. പല പല ഐറ്റംസ് ഫ്രൂട്ട്സും ഉണ്ട്. കഴിക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ, റെഡിയാണ്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 40 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ഒരു പാർക്കിംഗ് ഫീസ് പറഞ്ഞിട്ട് അത് കുറച്ച് മുകളിൽ നിന്നും അവിടെ നിന്നും മേടിച്ചിട്ടുണ്ട് 10 രൂപ. അപ്പോൾ മൊത്തത്തിൽ ഒരു 50 രൂപയാവും ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ. ഇവിടുത്തെ റൂട്ട് ബ്രിഡ്ജ് ഗംഭീരാണല്ലോ. വാവ്, സംഭവം കിടില കേട്ടോ. ഇത് നല്ല പഴക്കം തോന്നുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ റൂട്ട് ബ്രിഡ്ജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം ദൂരമൊന്നും വരാനില്ല കേട്ടോ, കുറച്ച് ദൂരേ വരാനുള്ളൂ. ഇതാ തൊട്ട് മുന്നിലുണ്ട് ബ്രിഡ്ജ്, റൂട്ട് ബ്രിഡ്ജ്. അപ്പോൾ റൂട്ട് ബ്രിഡ്ജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നൗവറ്റ് എന്നാണ് കേട്ടോ ഈ റൂട്ട് ബ്രിഡ്ജിൻ്റെ പേര്. ഇവിടുത്തെ സ്ഥലപ്പേര് അങ്ങനെയാണ്, നൗവറ്റ്. അപ്പോൾ അതിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അത്യാവശ്യം വീതി ഉണ്ട്, നല്ല വീതി ഉണ്ട്. മറ്റുള്ള ബ്രിഡ്ജിനൊക്കെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല വീതി ഉണ്ട്. ഇതൊരു തരം റബ്ബർ ട്രീ ആണ് എന്നാണ് പറയുന്നത്. സാധാരണ റബ്ബർ ട്രീ അല്ല, വേറൊരു ടൈപ്പ് റബ്ബർ ട്രീ. ഇത് ഇഷ്ടം പോലെ ആളുകൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന വലുപ്പം. ഇപ്പോൾ ഇതാ പുഴയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുഴയിൽ ഇറങ്ങി കാണുമ്പോൾ പാലത്തിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. കുറച്ച് വെള്ളമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ സുഖമായിട്ട് ഇറങ്ങാം. നല്ല വെള്ളമുള്ള സമയത്താണ് ഇങ്ങനെ ഇറങ്ങാൻ പറ്റൂല. വേര് കൊണ്ടൊരു കളിയാണ് കേട്ടോ ഈ മരത്തിന്.
ഇല ഒന്നും അധികമല്ല, ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. വേര് നല്ല സെറ്റപ്പിലാണ് ഇപ്പോഴും. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇവിടുത്തെ കാസി ട്രൈബ്സ് ഒരു കിടിലൻ സംഭവം തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം തലമുറകളായിട്ട് ഇങ്ങനെ വേരുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പാലുണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇരുമ്പോ കോൺക്രീറ്റോ ഒന്നും ഉപയോഗിക്കാതെ മരത്തിന്റെ വേരുകൾ കൊണ്ട് മാത്രം ഒരു പാലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധ്യമായിട്ടുള്ളൊരു സംഭവമാണ്. നല്ല ക്ഷമ ഇതിന് വേണം ഇങ്ങനെ ഒരു പാലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം അന്നത്തെ കാലത്തൊക്കെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാലുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അതൊരു സംഭവം തന്നെയാണ്. ഇപ്പൊ പാലത്തിൽ കയറി കഴിഞ്ഞാൽ നല്ല വീതി ഉണ്ട് കേട്ടോ. അത് അടിയിലൊക്കെ കല്ലും മണ്ണൊക്കെ നിറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സൈഡിൽ പാലത്തിനെ താങ്ങി നിർത്തുന്ന രീതിയിൽ ഒരുപാട് വേരുകളാണ് രണ്ട് സൈഡിലായിട്ടുള്ളത്. അടിയിലും അതുപോലെ തന്നെ നല്ല വേരുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും പഴക്കമുണ്ട് ഇതിന്. നോങ്ക്രിയാട്ടിലൊക്കെ ആദ്യം പോയിട്ടുള്ള റൂട്ട് ബ്രിഡ്ജ് ഒന്നും ഇതുപോലെയല്ല. അത് നല്ല നീളമുണ്ട്, പക്ഷെ അത്ര വീതിയില്ല. ഒരുമിച്ച് ഒരുപാട് ആളുകൾക്കൊന്നും അതിൽ പോകാൻ പറ്റൂല. ഇതിലും ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് തന്നെ പോവാം. സൈഡൊക്കെ കണ്ടില്ലേ, ഒരിക്കലും താഴത്തേക്കൊന്നും വീഴില്ല. നല്ല ഉറപ്പും കേട്ടത്. ആട്ടിയാലും ആടൊന്നുമില്ല. മറ്റേതിങ്ങനെ ഇത്ര തന്നെ ഒരു സെറ്റപ്പ് ഇല്ല അതിന്. എന്തായാലും ഗംഭീരമാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പാലൊക്കെ ഉണ്ടാക്കണമെങ്കിലേ. മഴയൊന്നും ഇല്ലാത്ത കാരണം വെള്ളമൊന്നുമില്ല. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് റബ്ബർ ട്രീ തന്നെയാണ് കേട്ടോ. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് റബ്ബർ ട്രീ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ. ഇവിടെ ഗ്രാനൈറ്റിൽ ഇത് അവിടെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കാസി ട്രൈബ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളതും പിന്നെ റബ്ബർ ട്രീ ആണ് എന്നൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൗലിനോങ്ങും അതുപോലെ റൂട്ട് ബ്രിഡ്ജൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.